പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉന്മാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഗങ്ങളുടെ ഉയരങ്ങളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാര്യം, ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് 1-2 യൂട്യൂബ് ലിങ്കുകൾ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു. അളിയൻ കേട്ടിരുന്നോ, സീക്രട്ട് ഏജൻറ്റ് അളിയനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. അഖിൽമാരാർ ലൈവ് വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സായി ഇന്നലെ ഒരു അരമണിക്കൂറുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഖിൽമാരാർ അതാണ് ഇതാണ് തേങ്ങയാണെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ എണീറ്റ് അഖിൽമാരാർ സായിയുടെ വീഡിയോ കണ്ടിട്ട് ഉള്ള ഒരു റിപ്ലൈ വീഡിയോ ആണ് ഇത്. ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും, മൈക്കൽ ഫെൽപ്സ് നീന്തൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും, അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടനെയും ഒക്കെ പോലെയുള്ള വലിയ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെക്കുറിച്ചൊക്കെ പറയുമോ? ഞാൻ എന്തായാലും പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടത്. ഞാനത് കേട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം പെട്ടെന്നങ്ങ് മാറുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു. പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു. രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി. പിന്നീട് ഞാൻ അടുത്ത ഒരു മച്ചിപ്പശു നിൽപ്പുണ്ടായിരുന്നു. ആ മച്ചിപ്പശു ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു. തൊട്ടപ്പുറത്തെ വീട്ടിൽ തളർവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ, പാരലിസിസ് വന്നിട്ട് തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു അമ്മാവൻ, അദ്ദേഹം ഇറങ്ങി ഓടി. 2 റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ആവേശം തീരാഞ്ഞ് അദ്ദേഹം ഇപ്പോൾ തെങ്ങിക്കയറി 3 ചെന്തെങ്ങ് വിട്ട് വെട്ടി കരിക്കും കുടിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അഖിൽമാരാർ അനർഗള നിർഗളമായിട്ട് ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ പൊട്ടിച്ച് തെറിപ്പിച്ച് വിടുന്ന ആരെക്കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സായിനെ കുറിച്ചാണ്. അതായത് സ്വന്തം വീട്ടിലെ അച്ഛനുമായിട്ടുള്ള പ്രശ്നവും ഭാര്യയും അമ്മയും തമ്മിലുള്ള പ്രശ്നവും പോലും പരിഹരിക്കാൻ പറ്റാത്ത, അത് പരിഹരിക്കണേ വരെ നമ്മുടെ ബിഗ് ബോസ് വേണം. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഇതൊക്കെ പരിഹരിക്കുന്നത്. അതുപോലും പറ്റാത്ത ആളാണ് അഖിൽമാരാറിനെ വന്നിട്ട് ന്യായം പഠിപ്പിക്കാനും എന്താ പറയുക, സ്വഭാവം പഠിപ്പിക്കാനും ജീവിതം പഠിപ്പിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ അഖിൽമാർ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും. അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞ് ഒരു 3 മിനിറ്റുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇട്ട് കണ്ടപ്പോഴത്തേനും നമ്മുടെ സായി അണ്ണൻ പെട്ടെന്ന് സീക്രട്ട് ഏജൻ്റായി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, സായി അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത്, ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നത്. ഇപ്പം ഞാൻ നന്നായി, അതുകൊണ്ട് ഞാൻ പെട്ടി എടുത്തിട്ട് പോവുകയാണ്, 5 ലക്ഷത്തിൻ്റെ പെട്ടി എടുത്ത് ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. നന്നായ ആളുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം മാന്യമഹാജനങ്ങളെ, ഞാൻ ഗുരുതുല്യനായി കാണുന്ന അഖിൽ കോട്ടത്തല അല്ലെങ്കിൽ പ്രവചനസിംഹം അഖിൽ ഇന്ന് എന്നെക്കുറിച്ച് പറഞ്ഞ അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിന്ന് ചെകഞ്ഞെടുത്ത പല കാര്യങ്ങളും ഞാൻ കേട്ടു. ഞാനതിൽ സംതൃപ്തനാണ്. എന്നെ ഇത്ര അധികം മനസ്സിലാക്കിയ എൻ്റെ അഖിലേട്ടായി, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര കാലം ഇതൊന്നും എന്നോട് തുറന്ന് പറഞ്ഞില്ല എന്നുള്ളൊരു സങ്കടത്തിലാണ് ഞാൻ. ഗുരുതുല്യനായിട്ട് നിങ്ങളെ കണ്ട് പല പ്രവചനങ്ങളും നിങ്ങളിൽ നിന്ന് പഠിച്ച് വാരി എറിയാറുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കി എൻ്റെ ഒരു ഗുരുവിൽ നിന്ന് മാറി എൻ്റെ ഒരു മൂത്ത സഹോദര തുല്യനായിട്ട് നിങ്ങൾ മാറി എന്നുള്ളത് എനിക്ക് ആ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ ശിക്ഷണത്തിൽ വളരാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം. നിങ്ങളിലൂടെ വളരാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അയ്യോ, അഖിലിനെ കുറിച്ച് പറയുന്നത് കുറച്ച് ഷോ ഓഫ് ആവും, കണ്ണടാക്കിയ. ഓക്കെ, അപ്പോൾ അഭിനയ കലയെ കൂടി നിങ്ങൾ എന്നെ എനിക്ക് പഠിപ്പിച്ചു തരണം. നിങ്ങൾ ആ ഒരു കലയിൽ കൂടി പ്രാവീണ്യം നേടി അതുകൂടി എന്നിലേക്ക് പകർന്നു തരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ നാസി റോക്കറ്റ് വിട്ടതും ചൈന വൻമതിൽ പൊളിച്ചതും ഇന്ത്യയിലുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ചും ചെറിയ ചെറിയ രീതിയിൽ സംസാരിച്ച് നിങ്ങളെപ്പോലെ പ്രവചനങ്ങൾ നടത്താതെ, നിങ്ങൾ പ്രഗത്ഭനായ നിങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരാതെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാതെ ഒരു സൈഡിലൂടെ ഒതുങ്ങി പോകാമെന്ന് വിചാരിക്കരുത്. ഗുരുവിനോടൊപ്പം വളരാനാണ് എനിക്ക് താല്പര്യം അഖിലേട്ടാ. ലാലേട്ടാ, ഞാൻ നന്നായി ലാലേട്ടാ. ഞാൻ ബിഗ് ബോസിൽ വന്നിട്ട് ഉഷാറായി ലാലേട്ടാ. ഞാൻ എൻ്റെ സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള ആ ഒരു ടാഗ് മാറ്റി ഞാനൊരു മനുഷ്യനായി ലാലേട്ടാ. അതുകൊണ്ട് ഞാൻ ഈ 5 ലക്ഷം എടുത്തിട്ട് പതിയെ പുറത്തേക്ക് പോവുകയാണ്. എൻ്റെ പൊന്ന് സായി, 5 ലക്ഷം രൂപ കണ്ട ഉടനെ അതും എടുത്തിട്ട് ഓടിയ തനിക്ക് ഈ പറയുന്ന അഖിൽമാരാർ 100 ദിവസം നിന്ന് കപ്പടിച്ചിട്ട് പോയ അഖിൽമാരാറിനോട് ഇങ്ങനെ കുറ്റം പറയാൻ എന്ത് യോഗ്യത? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബിഗ് ബോസും ഇതും എല്ലാം വിടുക. അഖിൽമാരാർ 100 ദിവസം നിന്നിട്ട് എടുത്തിട്ട് പോയത് അത് ബിഗ് ബോസിൻ്റെ ഗെയിമാണെന്ന് വിചാരിക്കാം. ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ചാണെന്ന് വിചാരിക്കാം. അല്ലാതെ തന്നെ ഈ പറയുന്ന ആളുടെ നാവ് നമ്മൾ കണ്ടില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ.
ഈ ഷോയിൻ്റെ ഉള്ളിൽ, ഈ കാറിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ നാവ് കാണുന്നുള്ളല്ലോ. ബാക്കി ഈ നാവൊക്കെ എവിടെ പോകുന്നത്? ഇതാ പുറകിലിരുന്നുകൊണ്ട് സ്നേഹയ്ക്ക് വരെ സത്യം പറഞ്ഞിട്ട് ഈ പറയുന്നത് കേട്ടിട്ട് ഇയാൾ എന്ത് തേങ്ങ ഇയാൾ പറയുന്നത് എന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളിക്കാരി തിരിക്കുന്നത്. ഈ കഴിവെല്ലാം ശരിക്കും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എടുത്തിരുന്നെങ്കിൽ അവസാനം ആ പെട്ടി എടുത്തിട്ട് ഓടേണ്ട ആ ഒരു ഗതികേട് വരുമായിരുന്നോ സായി കൃഷ്ണ? സോറി, സീക്രട്ട് ഏജൻറ്റ്. ഇപ്പം കാറിലിരിക്കുമ്പോൾ സീക്രട്ട് ഏജൻറ്റ് ആണല്ലോ. അപ്പം വെറുതെ ഇരിക്കുന്ന ആളെ പോയി ചൊറിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് രാവിലെ തന്നെ കിട്ടി. അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞോണ്ട് വീഡിയോ ഇട്ടിരിക്കുന്ന സായി കൃഷ്ണ, എന്താണിത്? ഡ്യുവൽ പേഴ്സണാലിറ്റി ആണോ? പണ്ട് അസീറോക്കി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും സായി കൃഷ്ണയാണ്, അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ആളാണ് ശരിക്കും ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു മുഖം, പുറത്തിറങ്ങിയപ്പോഴത്തേനും വേറൊരു മുഖം. എങ്ങനെ ഇങ്ങനെ മാറാൻ എങ്ങനെ പറ്റുന്നു? കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് ഞാൻ നന്നായി, ഇനി ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പം ഇങ്ങനെ എല്ലാം ശരിക്കും നോക്കി കണ്ടൊക്കെ വീഡിയോ ചെയ്യുള്ളൂ, ആളുകളെ ഇങ്ങനെ അറഞ്ചം പുറഞ്ചം ഇതാക്കിക്കൊണ്ടിരുന്ന സീക്രട്ട് ഏജൻറ്റിനെ മാറ്റി നിർത്തി നല്ല സായി കൃഷ്ണ ആയി മാറും എന്നൊക്കെ പറഞ്ഞു വന്നാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ആയിരുന്നു എന്നല്ല ഇറങ്ങിയിട്ട്, ഒരാഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റാൻ എന്താ പറയുക, വീണ്ടും പഴയയിലോട്ട് പോയല്ലോ. അപ്പോൾ ഇനി അൾട്ടിമേറ്റിൽ പോയി, അതായത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് അൾട്ടിമേറ്റിൽ പോയിട്ട് വീണ്ടും നമുക്ക് സീക്രട്ട് ഏജൻറ്റിൽ നിന്ന് സായി കൃഷ്ണ ആവാം. ഓക്കെ, അതായിരിക്കുമല്ലോ പ്ലാന്. കൊള്ളാം, ഏതായാലും അടിപൊളി.